പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിന് പിന്നാലെ കോളേജിനെതിരെ ആരോപണവുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തി. അധ്യാപകരിൽ നിന്ന് ജാതി വിവേചനം നേരിട്ടെന്നാണ് പൂർവ്വ വിദ്യാർത്ഥിനിയുടെ വെളിപ്പെടുത്തൽ. അമ്മു സജീവൻ, സിദ്ധാർത്ഥൻ, ജിഷ്ണു പ്രണോയ്. മരണം കൊണ്ട് പഠിക്കുന്നില്ലേ നമ്മുടെ ക്യാമ്പസുകൾ? രാവിലെ എണീറ്റ് പഠിക്കാൻ പോകുന്നവരുടെ ഉള്ളിൽ പ്രതീക്ഷകൾ ഏറെയുണ്ടാകും. പഠിച്ചൊരു ജോലി നേടുകയെന്നത് മാത്രമല്ല, പലതരത്തിൽ ജീവിതത്തെ സ്വപ്നം കണ്ടവർ അതിലുണ്ടാകും. സഹപാഠികളുടെ ക്രൂരത കൊണ്ട്, കോളേജ് അധികൃതരുടെ പീഡനം കൊണ്ട്, ജാതി വിവേചനം മൂലം ആ സ്വപ്നങ്ങൾ അകാലത്തിൽ നഷ്ടമായവർ എത്രയോ പേരാണ്. ജീവനെടുക്കുന്ന ക്യാമ്പസിന്റെ ഏറ്റവും ഒടുവിലെ ഉദാഹരണമാണ് ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ അമ്മു സജീവൻ. കോളേജ് അധികൃതരുടെ ഭാഗത്ത് ഗുരുതര പിഴവുണ്ടെന്ന് കുടുംബം പലതവണ ആരോപിച്ചിരുന്നു. സഹപാഠികളായ വിദ്യാർത്ഥികളും അമ്മു സജീവനുമായി ഉണ്ടായിരുന്ന പ്രശ്നത്തിൽ പരാതി നൽകിയിട്ടും ഇടപെടാനോ പരിഹരിക്കാനോ കോളേജ് അധികൃതർ ശ്രമിച്ചില്ലെന്നാണ് കുറ്റപ്പെടുത്തൽ. വാർഡൻ പലതും ഒളിക്കുന്നെന്നും വാക്കുകളിൽ വ്യക്തതയില്ലെന്നും അമ്മുവിന്റെ പിതാവ് ഇന്ന് റിപ്പോർട്ടറിനോട് പറഞ്ഞു. വാർഡനാണ് ആദ്യം പറഞ്ഞത് സ്റ്റെപ്പിലും മറിഞ്ഞു വീണ് കാലിലൊരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു തുണിയെടുക്കാൻ പോയപ്പോൾ കാൽ വഴുതി വീണു എന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഹോസ്റ്റലിൽ വിളിച്ചു. വൈഫ് ഹോസ്റ്റലിൽ വിളിച്ചപ്പോഴാണ് പറയുന്നത് അതിൻ്റെ മോളിൽ നിന്ന് വീണാണ്. പൂക്കോട്ടെ വെറ്ററിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണം മലയാളികൾ മറക്കാനിടയില്ല. സഹപാഠികളുടെ ക്രൂരപീഡനത്തിനിരയായതിനു ശേഷമാണ് ഹോസ്റ്റലിൽ സിദ്ധാർത്ഥൻ ജീവിതം അവസാനിപ്പിച്ചത്. 18 പേർ ചേർന്ന് സിദ്ധാർത്ഥനെ പലയിടങ്ങളിൽ വെച്ചാണ് മർദ്ദിച്ചത്. ഹോസ്റ്റലിലെ പരസ്യ വിചാരണയും ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്ക് നയിച്ചു. ഏറെ ചർച്ചയായ ആ സംഭവത്തിന് ശേഷവും ക്യാമ്പസുകളിൽ മനുഷ്യത്വമില്ലാത്തവർ ഉണ്ടെന്നതിന് തെളിവാണ് അമ്മു സജീവിന്റെ മരണം. ജിഷ്ണു പ്രണോയ് എന്ന പേര് നമുക്കെന്നും ഓർമ്മയിലുണ്ട്. 2017 ജനുവരി 6-നാണ് പാമ്പാട് നെഹ്റു കോളേജ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ജിഷ്ണുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയായിരുന്നെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്നാൽ കോളേജിലെ ഇടിമുറിയും അവിടെ കണ്ടെത്തിയ ചോരപ്പാടുകളും മരണം ദുരൂഹമാക്കി. കേരളമെന്ന് വലിയ സമരവേലിയേറ്റത്തിനാണ് സാക്ഷിയായത്. രാജ്യമാകെ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് രോഹിത് വെമുല. കാൾസാഗനെ പോലെ ശാസ്ത്രലേഖകനാകാൻ ആഗ്രഹിച്ചെങ്കിലും ജാതിവെറി കൊണ്ട് കൊല ചെയ്യപ്പെട്ട രോഹിത് വെമുല. മനുഷ്യരിൽ ചിലർക്ക് ജന്മം തന്നെയാണ് ശാപമെന്നും തന്റെ ജനനം തന്നെ ഒരു കൊടും തെറ്റായിരുന്നുവെന്നും അവസാന വാക്കുകളായി എഴുതിവെച്ചു രോഹിത്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷക വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുല എന്ന 26-കാരന്റെ മരണത്തിൽ നിന്നും അധികമൊന്നും പഠിച്ചിട്ടില്ല നമ്മുടെ ചില ക്യാമ്പസുകളെന്ന് അമ്മുവിന്റെ മരണവും വ്യക്തമാക്കുന്നു. ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജിലെ ധീരജ്, മഹാരാജാസിലെ അഭിമന്യു തുടങ്ങി രാഷ്ട്രീയ എതിരാളികളാൽ ജീവനെടുക്കപ്പെട്ട കുരുന്നുകളും ഏറെയുണ്ട് നമ്മുടെ നാട്ടിൽ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.